അൻവർ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ നേരത്തെ കോൺഗ്രസിന് തലവേദനയായിരുന്ന ആളാണ്. പിന്നീട് അത് LDFന് വലിയ തലവേദനയായി. അനാവശ്യമായിട്ട് പല ആരോപണങ്ങൾക്കും അവര് പിന്തുണയ്ക്കേണ്ട ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അൻവറിനെ പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഏറ്റവും ഒടുവിലായിട്ട് താൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങാതായപ്പോൾ അൻവർ ആദ്യം മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞു, അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ തള്ളി പറഞ്ഞു, ഇത് മൊത്തമായിട്ട് LDFന് തള്ളി പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പുറത്തേക്ക് ചേർന്നത്. ആ മാറ്റത്തിന് മുമ്പേ തന്നെ ഈ പറഞ്ഞ സുവിദാസുമായിട്ടുമുള്ള പ്രശ്നം വരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള തൃശ്ശൂരിലെ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കുന്തമനം നീങ്ങിയിരുന്നത് VD സതീശനിലേക്കായിരുന്നു. ഏത് ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയാൻ സാധ്യതയുള്ള ആളാണ് അൻവർ. അത് ഇപ്പോഴും നമുക്കറിയാം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ UDFനെ പിന്തുണയ്ക്കൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം LDFിലേക്ക് ഇനി തിരിച്ചു പോവുക എന്ന് പറയുന്നത്, LDFുമായിട്ട് ഒരു ധാരണയുണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. BJPക്ക് അവിടെ ആ മണ്ഡലത്തിൽ വളരെ കുറഞ്ഞ 4% മാത്രം വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടും കാര്യമില്ല. ഒന്നുകിൽ രണ്ടും കൽപ്പിച്ച് മത്സരിക്കുക, അല്ലെങ്കിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും, നേരത്തെ 2 ദിവസം മുമ്പ് അൻവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏത് ചെകുത്താനം നിർത്തിയാലും പിന്തുണയ്ക്കും എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാലും പിന്തുണയ്ക്കാതെ രക്ഷയില്ലാത്തൊരവസ്ഥ വരും. അത് അൻവർ ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയി. നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ജോയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ തലവേദന UDFനും കോൺഗ്രസിനും കൊടുത്തതായിരുന്നു. ജോയിയുടെ പേര്, ജോയി ആണെങ്കിൽ അവിടെ ഗംഭീരമായിട്ട് ജയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഭജനം ഉണ്ടാക്കാൻ, വലിയൊരു തർക്കം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മരുന്നാണ് അൻവർ ഇട്ടിരുന്നത്. അൻവർ എപ്പോഴും എക്കാലത്ത് ഇതേപോലെയാണ്, തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അത് ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആദ്യം UDFന്റെ ഭാഗമായിരുന്നു, UDF കോൺഗ്രസ്സുകാരനായിരുന്നു അൻവർ. കോൺഗ്രസിനും UDFനും തലവേദന ഉണ്ടാക്കി ഇപ്പുറത്തേക്ക് പോകുന്നു. നിലമ്പൂര് പിടിച്ചെടുക്കുന്ന രൂപത്തിൽ LDFന് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയുള്ള നമുക്കറിയാവുന്ന തടയണ പ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ പിന്നീട് തുടർച്ചയായിട്ട് LDFന് തലവേദനയായിരുന്നു. അത് കഴിഞ്ഞാണ് ശ്രീദാസിന്റെയും മറ്റും നേരെ നീങ്ങിയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ് പാർട്ടിയിലേക്ക് പോകുന്നൊരവസ്ഥ വരുന്നു, മുഖ്യമന്ത്രിയിലേക്ക് പോകുന്ന അവസ്ഥ വരുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഇനിയിപ്പോ LDFനും തലവേദന ആയിട്ട് മാറിയ ഒരാളാണ്. ഇനിയിപ്പോ UDFന് രണ്ടാം തലവേദനയിലേക്കാണ് അൻവർ മാറുന്നത്. ഇവിടെ ജയിച്ചാലും തോറ്റാലും ഒക്കെ അൻവറിന്റേതായിട്ടുള്ള ന്യായമുണ്ടാകും. എന്തായാലും അദ്ദേഹം സഹിച്ച് മത്സരിക്കുക, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അതോടുകൂടിയിട്ട് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് വരുന്നത്. VS ജോയി പക്ഷവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നേതൃസ്ഥാനങ്ങളെ ചൊല്ലിയുള്ള ഈ തമ്മിലടി അത് വളരെ പരസ്യമായൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും വലിയ രീതിയിലുള്ളൊരു പുകച്ചിലല്ലേ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന നമുക്കറിയാം. സുധാകരനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിന്റെ വ്യക്തിയോടുകൂടി തന്നെ ഉണ്ടായ പ്രശ്നം, സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള പ്രതികരണങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ തലവേദനയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിലൊക്കെ വെക്കുന്ന ഉപാധികളും വലിയ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത് അനാവശ്യമായ ഒരു തലവേദന. തീക്കൊള്ളി കൊണ്ട് തലയുറിയാൻ നമ്മൾ കേട്ടിട്ടില്ല. കൊള്ളി കൊണ്ട് കോൺഗ്രസ് തലയുറിഞ്ഞതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ലീഗിന് അത് വലിയ പ്രശ്നമില്ല, കാരണം ലീഗിന്റെ മണ്ഡലമല്ല. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നഷ്ടപ്പെടാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഈ മുസ്ലിം സംഘടനകൾക്കടക്കം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഈ ഒരു വോട്ട് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾക്കടക്കം ഒരു വിയോജിപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥി നിർണയം അതുണ്ടാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അറിയാവുന്ന പോലെ നേരത്തെ ഷൗക്കത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആര്യാടൻ മുഹമ്മദ് സ്ഥാനാർത്ഥിയായ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം മുന്നണിയിലെ ശത്രുക്കൾ എന്ന് പറയുന്നത് ലീഗുകാരായിരുന്നു. സ്വാഭാവികമായിട്ടും അക്കാലത്തൊക്കെ ലീഗുമായിട്ട് വലിയ അടിച്ചു നിന്നത്. പിന്നെ ആര്യാടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം തനിച്ച് നേതാവ് എന്ന രീതിയിൽ ശക്തനാണ്. സ്വാഭാവികമായിട്ടും ആര്യാടന് ആ ബലമുണ്ടായിരുന്നു. അദ്ദേഹം ആ രീതിയിൽ തന്നെ പിടിച്ചു നിന്നിരുന്നു. ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ നമുക്കറിയാം, ആര്യാടന് ശേഷം ഷൗക്കത്താണ് അവിടെ മത്സരിച്ചത്.
2006 മത്സരത്തില് 2016 മത്സരത്തിലെ ഷൗക്കത്തായിരുന്നു. വളരെ ഗംഭീരമായ ഭൂരിപക്ഷത്തിലാണ് അൻവർ ജയിക്കുന്നത്. അപ്പോഴാണ് ആര്യാടൻ മത്സരിച്ചപ്പോൾ 5500 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് 2011 കിട്ടിയിരുന്നത്. 2016 ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അത് 11,000 ഭൂരിപക്ഷം അൻവറിന് കിട്ടുക അൻവറിന്റെ പ്രത്യേകതയല്ല, ഷൗക്കത്തിനോടുള്ള ഒരു മൊത്തം മുസ്ലിം ലീഗിന്റെ കുറെ വിരോധം, മുസ്ലിം ലീഗിലെ കുറെ ആളുകൾക്ക് അദ്ദേഹത്തോട് താല്പര്യ വിരോധമുണ്ട്. അതിനേക്കാൾ മുസ്ലിം സംഘടനകൾക്കുണ്ട്. പിന്നെ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്ത് നിലപാട് എന്ന് പറയുന്നത് കുറെ കൂടി വ്യത്യസ്തമായ നിലപാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊക്കെയാണ് അവിടെ വലിയ വീഴ്ച പറ്റുക. അത് കഴിഞ്ഞ് പ്രകാശൻ മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടാണ് വെറും 2200 ചില്ലാണ് വോട്ടിനാണ് അൻവർ അവിടെ ജയിക്കുന്നത്. അപ്പോൾ അവിടെ UDF-ന്റെ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നതിന് പരാജയം കൂടിയ വോട്ട് ഉണ്ടാക്കുന്നതിൽ അൻവറിന് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രശ്നമായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് ഷൗക്കത്തിനെ മാറ്റി നിർത്തിയാൽ അതും ഉണ്ടാക്കുന്ന വേറെ തലവേദനകളുണ്ട്. അപ്പൊ ഏതാണ് സംഭവിക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടനുസരിച്ചായിരിക്കും. ഒരുപക്ഷെ ഷൗക്കത്തിനെയും ജോയിയെയും മാറ്റി വെച്ചുകൊണ്ട് വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.